ഹായ് ഹലോ ഫ്രണ്ട്സ്, രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് അമ്മയെ ഒന്ന് കാണാൻ പോകാം എന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായി ഞാൻ അവിടെ ഒന്ന് പോയിട്ട് മലയാളപ്പുഴയിലാണ്, ഒന്ന് പോകാം എന്ന് വിചാരിക്കുകയാണ്. അന്നേരം ഉണ്ടല്ലോ ഭയങ്കര മഴ വരുന്നത്. മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ട്, ഭയങ്കര മഴ. പിന്നെ ഇവിടുന്ന് 10-15 മിനിറ്റത്തെ യാത്രയേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ മഴ തോരുന്ന നോക്കി ഇറങ്ങാം എന്ന് വിചാരിച്ചു. കാണിച്ചേ കണ്ടോ, ഇത് താഴോട്ട് ഇവിടെ റബ്ബറും തോട്ടമാണ്. ഇവിടെ ഭയങ്കര എത്ര പട്ടികളാണെന്ന് എനിക്ക് ഒത്തിരി ഒന്നും ഉണ്ട് ഇവിടെ. കുഞ്ഞിനൊന്നും ഞാൻ അതുകൊണ്ട് വെളിയിലോട്ടൊന്നും ഇറക്കത്തില്ല. ഇവിടെ ഭയങ്കര പട്ടിയുടെ ശല്യമാണ്. അല്ലി മോനെ ചീപ്പ് വായി വെക്കാതെ ഒരു ഹായ് പറഞ്ഞല്ലേ. അയ്യേ ഹായ് പറഞ്ഞല്ലേ, ഹായ് എന്ന് പറ. നമ്മളെവിടെ പോന്നേ? മലയാപ്പുഴ കേട്ടോ. ഓക്കെ ഗായ്സ്, മലയാളപ്പുഴയാണ് ഞങ്ങളുടെ അമ്മച്ചമ്മയുടെ വീട്. ഞങ്ങൾ അവിടെ പോവാൻ റെഡി ആവാൻ തുടങ്ങിയാണ്. അപ്പോൾ എന്തുവാ എന്തെങ്കിലും പറയാനുണ്ടോ? ഇവിടെ ഭയങ്കര മഴയാന്ന് പറ. ഞാൻ വേറെ വരവരാതില്ല തൂക്കിയെടു നിന്നെ ചെവരിലടി. ഇവിടെ ഭയങ്കര മഴയാന്ന് പറ. അപ്പൊ റെഡി ആയിട്ട് കാണാന്ന് പറഞ്ഞേ. എവിടെ നോക്കിയേ പറയുന്നേ? നോക്കി പറ, റെഡി ആയിട്ട് കാണാമേ എന്ന് പറ. ബൈ. ഹായ് ഗായ്സ്, ഞങ്ങൾ പോവാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര മഴയാ കണ്ടോ. ഈ കാലാവസ്ഥ കണ്ടിട്ട് ഈ മഴ എപ്പോഴെങ്കിലും തോന്നുന്നില്ല. തോർന്നിട്ട് ഇനി എപ്പോ പോവാനാണോ ഉണ്ട്. എന്ത് തന്നെ റെഡി ആയിട്ടിരിക്കുകയാണ്. എപ്പോ തോരുന്നു അന്നേരം കപ്പയെന്ന് പറഞ്ഞിട്ട് പോകും. അല്ലി റെഡി ആയിട്ടിരിക്കുക. അല്ലി ഞാൻ കാണിച്ചു തരാവേ. അല്ലിമോനെ, അല്ലി ഇതെവിടെ പോയി? അല്ലിയേ, ഒരു ചിരി കേട്ട് ഗായ്സ് എന്നെ പറ്റിക്കാൻ വേണ്ടി പാത്തിരിക്കുകയാണേ. ഞാൻ കണ്ട എവിടാന്ന് കാണിച്ചു തരാവേ. ആഹാ നോക്കൂ, മുറ്റത്തൊരു മൈന ക്ലാക്കളാക്കളി. ഇങ്ങോട്ട് നോക്കിക്കേ, കുനിഞ്ഞിരുന്ന് ചിരിക്കുകയാണ്. ഹായ് കേട്ടോ, പറ്റിച്ചേ 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 കണ്ടുപിടിച്ചേ 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 കണ്ടുപിടിച്ചേ. ഞാനും എന്റെ അല്ലി മോനും പോവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഗായ്സ്, ഞങ്ങൾ മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. ഇതും റെഡ്. ഞങ്ങൾ രണ്ടും മാച്ചിങ് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടിരിക്കുക. പക്ഷെ ഭയങ്കര മഴയാണ്. ഒന്നുകൂടെ വിളിച്ചാലോ? നമുക്കൊന്നുകൂടെ വിളിച്ച് കളിക്കാം. ഒരു ബായ് പറ. മലയാളത്തിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളുമായിട്ട് ഇനി പിന്നെയും കാണാം. ബൈ. ഹായ് ഗായ്സ്, ഞങ്ങൾ പോവാന്നൊക്കെ വിചാരിച്ചു വന്നപ്പം അപ്രതീക്ഷിതമായിട്ട് ഒരാൾ ഞങ്ങളുടെ പെരക്കകത്ത് വന്ന് പെട്ടുപോയി ഗായ്സ്. ഇതുകൊണ്ട് ഒരു ജനലെല്ലാം തുറന്നു കൊടുത്തിട്ടും പക്ഷെ അത് പോകുന്നില്ല, പറന്ന്. ഇവിടെ ജനൽ തുറക്കുമ്പോൾ അത് അപ്പുറത്തോട്ട് പോകും. ഒരുത്തിയാണ് എന്റെ കയ്യിൽ കയറി ഇരിപ്പുണ്ട് പേടിച്ചിട്ട്. തന്നെ അവിടെ കിടന്ന് തിരുവാതിര കളിക്കുക. ഇപ്പുറത്തെ മുറിയിലെ ജനലെല്ലാം തുറന്നിട്ടും പോത്തില്ല. ഇതാണ്ട് പേടിച്ചിട്ടായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്നത് ഓടുകയാണ്. എന്ത് കണ്ടു? പോട്ടെ പോട്ടെ. പോയോ മോനെ? പോയോക്കളെ എവിടെയുണ്ട്? അതുകൊണ്ട് ഒരു ബാത്റൂമിന്റെ അവിടെ പോയിരിക്കും. ഈ ജനല് തുറന്നപ്പോഴേക്ക് ഇത് കാണുന്നില്ലേ? ഏത് ബാത്റൂമിലോട്ട് കയറി പോന്നു? എന്റെ പൊന്നുക്കനെ, നിന്റെ ഒരു കാര്യം. അങ്ങനെ ഒരു വിധം ഞങ്ങൾ അതിനെ ഓടിച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോഴേക്കും അടുത്ത മഴ തുടങ്ങി. പിന്നെയും പോസ്റ്റാണ്. എപ്പൊ പോവും? ഉച്ചയായി ഇപ്പൊ സമയം.
ഒരാൾ പേടിച്ചെന്റെ തോളെ കയറിയിട്ടുണ്ട് കണ്ട. വന്നപ്പോഴേ പേടിച്ചെന്റെ തോളെ കയറിയിട്ടുണ്ട് ഗൈസ്. ഹായ് ഗൈസ്, ഞങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് എന്റെ വീട്. ഇത് അമ്മ കോട്ടൊക്കെ ഇട്ടുണ്ട്. ഒരുവിധം ഇങ്ങെത്തി. ഭയങ്കര മഴയായിരുന്നു, എന്നാലും ഒരുവിധം ഇങ്ങെത്തി. പന്ന പാടി കോട്ട് ഊരി കളഞ്ഞു. അതാണ് എന്റെ അമ്മ. പ്രസന്നെ ഒരു ഹായ് പറഞ്ഞ. പ്രസന്നെ അല്ലി. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായസ്. മഴയൊന്നും ഞാൻ വക വെച്ചില്ല. ഞാനിങ്ങ് പോകുന്നു. വരണമെന്ന് ആഗ്രഹിച്ച് ഒരുങ്ങി കെട്ടിക്കൊണ്ട് വേണ്ടാന്ന് വെക്കാൻ തോന്നിയില്ല. ഞാനിങ്ങ് വന്നു. അപ്പോൾ ഇതാണ് എന്റെ വീട്. ഞാൻ ജനിച്ചെന്ന് പറയാൻ പറ്റില്ല, വളർന്ന വീടാണ്. ഞാൻ ജനിച്ചത് വേറൊരു സ്ഥലത്താണ്. അങ്ങനെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗായസ്. വിശന്ന് കൂറ കുത്തി വന്നാണ് ഗായസ്. ഞാൻ കഴിക്കാൻ പോവുകയാണ്. അമ്മ മുട്ട പൊരിക്കാൻ തുടങ്ങുകയാണ്. മുട്ട പൊരിച്ചിട്ട് ചോറ് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് മുട്ട പൊരിക്കുകയാണ് ഗൈസ് അമ്മ. ഇവിടെ മുഴുവനും ചോർച്ചയാ. ഞങ്ങൾക്ക് വീടിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, ലൈഫിന്റെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒന്നും ഫണ്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല. അതുകൊണ്ടാണ് മുഴുവനും ചോർച്ചയാണ്. പോണോ? എന്തിനാ പറഞ്ഞ? ഇവിടെ അമ്മ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് പൊരിക്കാൻ അങ്ങോട്ട് വെച്ചിട്ട് വയ്യ. വീഡിയോ എടുക്കുന്നതാണ്, എനിക്ക് യൂട്യൂബിലിടാൻ. കല്ല് ചൂടായില്ലെന്ന് തോന്നുന്നു. എന്റെ ഭാഗത്തും തെറ്റുണ്ട് ഗൈസ്. ഞാൻ ധൃതി പിടിപ്പിക്കാൻ പാടില്ലായിരുന്നു. ഇതെന്തോ ഇതിനകത്ത്? ഇതെന്തോ അമ്മേ? ബൂസ്റ്റ് തുറന്ന് എന്തോ അത്? ഫ്രിഡ്ജിനകത്ത് അയ്യ എന്തോ ബൂസ്റ്റ് തന്നത്. ഓ, അവള് ബൂസ്റ്റ് എടുത്തിട്ട് വങ്ങണ്ട അതിനകത്ത്. ആഹാ, ഞാനിപ്പോ കടയിൽ നിന്ന് ഒരു ബൂസ്റ്റ് വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അതെന്തോ തട്ടിക്കൂട്ടി കേട്ടോ. കഴിക്കുന്നു, ചക്ക കഴിക്കുന്നു. പിന്നെ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെയാ കഴിച്ച് അടുത്തടുത്ത് താമസിക്കുന്ന മാമന്മാരും അവരുടെ മക്കളും ഭാര്യമാരും ഒക്കെ ആയിട്ടാണ് അടുത്തടുത്ത്. ഞാനിപ്പോ അവിടെ വരെ പോയായിരുന്നു. അതാ ചോദിക്കുന്നത്, അവരെന്ത് ചെയ്യാന്നൊക്കെ ചോദിക്കുന്നതാണ്. മുട്ട ഏകദേശം ആയിട്ടുണ്ട്. പെട്ടെന്ന് ചോറെടുക്കും, വിശന്നിട്ട് വയ്യ. നോക്കൂ ഗൈസ്, ഭയങ്കര മഴ. എന്തോ മഴയാണ്. ഞങ്ങളുടെ അടുക്കള മുഴുവൻ ചേരുക ഗൈസ്. അത് ഞങ്ങളുടെ കിണറാട്ടോ. ചോറെടുത്തോമേ. അപ്പോൾ ഞാൻ ചോറ് കഴിക്കാൻ പോകും. അടുക്കളയിലെങ്ങും ഇരിക്കാൻ പറ്റത്തില്ല. ചോറ് കഴിക്കാൻ പോവുകയാണല്ലോ. നല്ല ഇവിടെ ഭയങ്കര ബൂസ്റ്റ് വീഴ്ച. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ബീറ്റ്റൂട്ട് തോരൻ, ചമ്മന്തി, മുട്ട പൊരിച്ചത്. മഴയത്ത് കഴിക്കാൻ പറ്റിയ കറികൾ. ഞാൻ എന്നാ കഴിക്കാൻ പോകാം. ബസ്സിന് രക്ഷയില്ല, ഞാൻ കഴിക്കണം. ചമ്മന്തി ഇട്ട്, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയിട്ട്, അതിനകത്ത് ഒരു ശകലം ബീറ്റ്റൂട്ട് തോരൻ വെച്ച്, മുട്ട പൊരിച്ചതും കൂടെ അങ്ങോട്ട് വെച്ച് സൂപ്പർ, രക്ഷയില്ല. നല്ല ചൂട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, നല്ല ചമ്മന്തി, മുട്ട പൊരിച്ചത് ഉണ്ടെങ്കിൽ തന്നെ ചോറ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആണല്ലോ. ഒരു ഇലപ്പൊതി ആയിരുന്നെങ്കിൽ ഇലപ്പൊതി ആയിരുന്നെങ്കിൽ പൊളിച്ചേനെ. അത് തന്നെ. അങ്ങനെ ചോറ് വേണം. വാ മാമച്ച് ചോറ് തരാം. വാ, എന്റെ പൊന്ന് കഴിച്ചാട്ടോ. ഹലോ, വെള്ളമോ? വെള്ളമോ? അമ്മേ, അല്ലിക്കിച്ച് വെള്ളം വേണമെന്ന്. എന്നാ ഒരു ചോറ് വാങ്ങിക്ക. വെള്ളം ഇവിടെ വെച്ചിട്ടുണ്ടോ? അത് ചൂടാ. എന്നാ
ഒരു ചോറ് വാങ്ങിക്ക് പോന്നാ. അവക്കിപ്പൊ വേണ്ട, ഞാൻ കഴിക്കാൻ പോകും, എനിക്ക് വിശന്നിട്ട് വയ്യ. ഹായ് ഗായ്സ്, അങ്ങനെ ചോറ് കഴിയെല്ലാം കഴിഞ്ഞ് നിങ്ങള് കാര്യമൊക്കെ പറഞ്ഞിരുന്ന് അതെന്റെ ഈവനിങ്ങില് കാപ്പി ഇരിക്കാൻ ഗായ്സ്. ഇവിടെ ആര്യമോള് വമ്പിച്ച പരിപാടിയാണ്. പുള്ളിക്കാരി കുക്കിങ്ങിലാണെന്ന് തോന്നുന്നു. കുക്കിംഗ് ആണോ അല്ലേ? അരിത്ത് വെച്ച് എടുത്ത് വെച്ച് എന്തൊക്കെ ചെയ്യുക. എന്തെടുക്കടി നീ? ഏതെടുക്കുക? എന്താ ചെയ്യുക അതുകൊണ്ട്? കളിക്കുവാന്നോ അതോ കഴിക്കുവാന്നോ? രണ്ടും കൂടാന്നോ? കളിയും കഴിപ്പും കൂടാന്നോ? ഇതെന്തോ ഉണ്ടാക്കുന്നേ? എന്തോ ബിക്കറ്റാന്നോ? ഓ സോറി, എനിക്ക് അബദ്ധം പറ്റിയത് കേട്ടോ. ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. ഇതുണ്ടാക്കുവല്ല കൈസ്, അത് ബിസ്ക്കറ്റാ. ഇപ്പൊ ഞാൻ ആരായി? ഞാൻ പൊട്ടനാ? ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചാട്ടോ. എല്ലാരും കണ്ടോ കൈസ്? ഇതാണ് ബിസ്ക്കറ്റ്, ക്രാക്ക് ജാക്ക്. ഏതാ ഏതാ? ക്രാക്ക് ജാക്ക്. ആ ദോശ എന്തോ കാണിച്ചു വെച്ചേക്കുന്നേ? ആ ദോശ ചുരുട്ടി കൂട്ടി ഒരു മൂലയ്ക്ക് വെച്ചിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് എല്ലാം കൂടെ പെറുക്കി ഇടുന്ന തിന്നാനൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ കളിക്കാൻ. അപ്പൊ അതങ്ങ് പറ. ഇതെല്ലാം കൂടെ പൊട്ടിക്കണ്ട, അതും കൊണ്ടങ്ങ് കളിക്ക് തൽക്കാലം. ഈ ബിസ്ക്കറ്റ് എല്ലാം കൂടെ പെറുക്കി ഇടുന്ന തിന്നാനൊന്നും അല്ല, ചുമ്മാ ഇങ്ങനെ കളിക്കാൻ. അപ്പൊ അതങ്ങ് പറ. ഇതെല്ലാം കൂടെ പൊട്ടിക്കണ്ട, അതും കൊണ്ടങ്ങ് കളിക്ക് തൽക്കാലം. ബിസ്ക്കറ്റ് ഒന്നും ഉണ്ടാക്കിക്ക്. എങ്ങനെ ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്? ബിസ്ക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് തീ കത്തിച്ചിട്ട് അടുത്ത് തന്നെ മണ്ടയ്ക്ക് വെക്കണം. എന്നിട്ട് ഇല്ല കേട്ടോ, റെഡി ആവുന്നേ ഉള്ളൂ. ഇങ്ങനെ നോക്കിക്കുന്നു. റെഡിയായോ? എന്നാ കഴിച്ചു. പറഞ്ഞ എനിക്ക് തരാം. അപ്പൊ ഓക്കെ, താങ്ക് യു. അമ്മ നിന്നോട്ടെ. ഞാനിപ്പം മഴയൊക്കെ ഇച്ചിരി ഒന്ന് തോർന്നു നിൽക്കുകയാണ്. അമ്മ അടുക്കളയിലാണ്, അവിടെ പാത്രം നോക്കിയാന്ന് തോന്നുന്നു. ഇപ്പൊ ഇച്ചിരി നേരം കൊണ്ട് തോർന്നു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ അടുത്തൊരു കടയുണ്ട് കൈസ്, കട വരെ പോവാന്ന് വിചാരിച്ചാണ്. ഇവിടെ ഇറങ്ങിയപ്പോ ഉണ്ട് അവിടത്തെ പോലെ തന്നെ ഇവിടെ മൊത്തം പട്ടികളാ. ഇത് ഇവിടെ തിരിഞ്ഞാലും ഇത് തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞപ്പോ ഞങ്ങളുടെ അമ്മ എന്ന് ചിരിക്കുന്നു. എവിടെ തിരിഞ്ഞാലും പട്ടികളാണല്ലോ എന്ന് പറഞ്ഞപ്പോ അമ്മയ്ക്ക് എന്നെ ചിരി വരുന്നു. നേരം കട വരെ പോവാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഗൈസ്. ഇതാണ് എന്റെ നാട്. നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. ആ കാണുന്നതാണ് ഒരു മാമന്റെ വീട്. ഇല്ല, ഈ കാണുന്നതാണ് വേറൊരു മാമന്റെ വീട്. പിന്നെ വേറെ 2 മാമന്മാർ ഇച്ചിരി അങ്ങോട്ട് മാറിയൊക്കെ ഉണ്ട്. കടയിൽ പോകാൻ വരുന്നോമ്മേ? നമുക്ക് പോയിട്ട് വരാം എന്നാ, അടുത്ത മണിക്ക് മുമ്പേ നമുക്ക് ആ കട വരെ പോയിട്ട് വരാം. അലിമോനെ അങ്ങനെ ഞങ്ങൾ പോവാൻ ഇറങ്ങി. അലിമോൾ കോട്ടൊക്കെ ഇട്ട് സെറ്റ് ആവുകയാണ്. ചെറിയ മഴക്കാറ്റുണ്ട്. പോവാ ചേച്ചി. അങ്ങനെ കോട്ടൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. കോട്ടൊക്കെ ഇട്ട് സെറ്റായി. ഇത് റെഡിമെയ്ഡാ. ടോപ്പ് മാത്രമായിട്ട്. ഓക്കെ, വീടല്ലേ. അപ്പൊ ഞങ്ങള് പോവുകയാണ് ഗൈസ്. ഞങ്ങൾ പോകുന്ന നോക്കി ഒരാൾ ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. കുറച്ചു നേരത്തേക്ക് അവിടെ ഇരിക്കുന്നതായിരിക്കും.